നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകളും കാരണമായതായി മുൻ എം.പി. തോമസ് ചാഴിക്കാടൻ. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു ചാഴിക്കാടന്റെ വിമർശനം. തെരഞ്ഞെടുപ്പിന് മുമ്പായി പാലായിൽ നടന്ന നവകേരള സദസ്സിലെ ശകാരമടക്കം തിരിച്ചടിയായെന്നും കോട്ടയത്തെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. കോട്ടയം മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് സ്ഥിരമായി കിട്ടിയിരുന്ന വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. മുൻപ് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി.എൻ. വാസവന് ലഭിച്ച വോട്ടുകൾ ചിലയിടങ്ങളിൽ ഇത്തവണ ലഭിച്ചില്ല. CPM വോട്ടുകൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോയതും അന്വേഷിക്കണമെന്ന് തോമസ് ചാഴിക്കാടൻ ആവശ്യപ്പെട്ടു. തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്നായിരുന്നു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പറഞ്ഞത്. എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നും അകന്നത് LDF ഗൗരവമായി കാണണമെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തി. സർക്കാരിന്റെ മുൻഗണനകളിൽ ആവശ്യങ്ങളായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകണമെന്ന് നേതൃയോഗം നിർദ്ദേശിച്ചു. ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണവും അതിരൂക്ഷമായ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ പരിഹാര നിർദ്ദേശങ്ങൾക്കായി LDF ഉപസമിതി രൂപീകരിക്കണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെടാനും കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.